ഹായ് ഓൾ, എല്ലാവർക്കും ഹൈ ഹോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബ്ലഡ് ആൻഡ് എസെൻഷ്യൽ ഫ്ലൂയിഡ് എന്ന ടോപ്പിക്കാണ്. വാട്ട് ഈസ് ബ്ലഡ്? എന്താണ് ബ്ലഡ്? എ സ്പെഷ്യലൈസ്ഡ് ബോഡി ഫ്ലൂയിഡ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ബോഡി ഫ്ലൂയിഡ് ആണ്. ആക്ച്വലി ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ ഏകദേശം 7 to 8% എന്താണ്? ബ്ലഡ് ആണ്. 7 to 8% ബ്ലഡ് ആണ്. എന്തൊക്കെയാണ് ബ്ലഡിൻ്റെ ഫങ്ഷൻസ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ്, ഓക്സിജൻ ആൻഡ് ഹോർമോൺസ്. നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻസ്, അതുപോലെ ഓക്സിജൻ, ഹോർമോൺസ് ഇവയുടെയൊക്കെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ബ്ലഡിലൂടെയാണ്. സെക്കൻഡ് ഫങ്ഷൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് pH. നമ്മുടെ ബോഡി ടെമ്പറേച്ചറും pHഉം റെഗുലേറ്റ് ചെയ്യാൻ ബ്ലഡ് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. ചില ഇൻഫെക്ഷൻസിനെതിരെ അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബ്ലഡാണ്. എന്തൊക്കെയാണ് ബ്ലഡിൻ്റെ കോമ്പോസിഷൻ? ബ്ലഡ് പ്ലാസ്മയും അതുപോലെ തന്നെ ഫോംഡ് എലമെൻസും കൂടി ചേർന്നതാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ ബ്ലഡ് വോളിയത്തിൻ്റെ 55% പ്ലാസ്മയാണ്, ബാക്കി 45% ഫോംഡ് എലമെൻസ് ആണ്. എന്താണ് ഫോംഡ് എലമെൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും കൂടി ചേർന്നതാണ് ഫോംഡ് എലമെൻസ്. പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡിലെ ഫ്ലൂയിഡ് പോർഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാസ്മ എന്താണെന്ന് നോക്കാം. പ്ലാസ്മയിൽ ടോട്ടൽ പ്ലാസ്മയുടെ 90 to 92% വാട്ടറാണ്. കൂടാതെ പ്ലാസ്മയിൽ ചില പ്രോട്ടീൻസ് പ്രസൻ്റ് ആണ്. ഈ പ്രോട്ടീൻസ് ആണ് ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഓക്കെ, ഈ 3 പ്രോട്ടീൻസിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഇനി പ്ലാസ്മയിൽ വേറെ എന്തൊക്കെ കാണാം? അയൺസ്, ന്യൂട്രിയൻസ്, അതുപോലെ വേസ്റ്റ് പ്രൊഡക്ട്സ്, ഇതെല്ലാം പ്ലാസ്മയിൽ പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഫോംഡ് എലമെൻറ്റ്സ് എന്ന് നോക്കാം. ടോട്ടൽ ബ്ലഡ് വോളിയത്തിൻ്റെ 45% എന്താണ്? ഫോംഡ് എലമെൻറ്റ്സ് ആണ്. ഫോംഡ് എലമെൻറ്റ്സിൽ എന്തൊക്കെ പ്രസൻ്റ് ആണ്? RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. RBC എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെൽസ് ആണ്. WBC വൈറ്റ് ബ്ലഡ് സെൽസ്, അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ്. ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് RBCയെ പറ്റി ഡിസ്കസ് ചെയ്യാം. RBCക്ക് വേറൊരു പേരും കൂടിയുണ്ട്. എന്താണത്? എറിത്രോസൈറ്റ്സ്. RBC ആർ ഓൾസോ നോൺ ആസ് എറിത്രോസൈറ്റ്സ്. RBCയുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ബൈ കോൺകേവ് ഡിസ്ക് ഷേപ്പാണ് RBCക്ക്. പിന്നെ RBCയുടെ പ്രത്യേകത എന്താ? ദർ ഈസ് നോ ന്യൂക്ലിയസ്. ഹ്യൂമൻ RBCയിൽ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ഇനി RBCയിൽ കാണുന്ന നമ്മുടെ പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ക്യാരി ചെയ്യുന്ന പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ ആണ് എന്ത് കളർ കൊടുക്കുന്നത്? റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. ഓക്കെ, ഈ RBCയുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആണ് അനീമിയ, അതുപോലെ പോളിസൈത്തീമിയ. നെക്സ്റ്റ് നമുക്ക് WBC ഡിസ്കസ് ചെയ്യാം. WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് ആർ ഓൾസോ കോൾഡ് ആസ് ല്യൂക്കോസൈറ്റ്സ്. എന്താണ്? ല്യൂക്കോസൈറ്റ്സ് എന്നും WBC അറിയപ്പെടുന്നു. WBC നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ദേ ആർ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ്. ഗ്രാനുലോസൈറ്റും എഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരിൽ ഗ്രാന്യൂൾസ് പ്രസൻ്റ് ആയിരിക്കും. എഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രാന്യൂൾസ് ആബ്സെൻ്റ് ആയിരിക്കും. ഗ്രാനുലോസൈറ്റ്സിൽ വരുന്ന WBCs ആണ് ന്യൂട്രോഫിൽസ്, ഈസിനോഫിൽസ് ആൻഡ് ബേസോഫിൽസ്. എഗ്രാനുലോസൈറ്റ്സിൽ വരുന്നവരാണ് ലിംഫോസൈറ്റ്സ് ആൻഡ് മോണോസൈറ്റ്സ്. എന്തൊക്കെയാണ് WBCയുടെ ഫങ്ഷൻസ്? ഡിഫൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബ്ലഡിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞപ്പം ഇൻഫെക്ഷൻസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് WBCയുടെ ഫങ്ഷനാണ്. ഓക്കെ, WBCയുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആണ് ലുക്കീമിയ, അതുപോലെ തന്നെ ലുക്കോപീനിയ. ലുക്കീമിയ നമുക്കറിയാം ബ്ലഡ് ക്യാൻസർ ആണ്. WBCയുടെ കൗണ്ട് എന്താണ്? ആവറേജ് അല്ലെങ്കിൽ നോർമൽ ലെവലിനേക്കാളും ഇൻക്രീസ് ചെയ്യുന്നതാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ലുക്കോപീനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ വാല്യൂവിനേക്കാളും WBCയുടെ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന ഡിസോർഡറാണ് ലുക്കോപീനിയ അഥവാ ല്യൂക്കോസൈറ്റോപീനിയ.
നെക്സ്റ്റ് നമുക്ക് പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ത്രോംബോസൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞത് എന്താണ്? ചെറിയ സെൽ ഫ്രാഗ്മെന്റ്സ് ആണ്. ഒരു പൂർണ്ണമായിട്ടുള്ള സെല്ലല്ല, ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ത്രോംബോസൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ദേ പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്ലേറ്റ്ലെറ്റ്സ് ഡിറൈവ് ചെയ്യുന്ന അവരുടെ സെല്ലിൻ്റെ പേരാണ് മെഗാ കാരിയോട്സ്. അതായത് മെഗാ കാരിയോട്സ് എന്ന് പറയുന്ന ലാർജർ സെല്ലിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള സെൽ ഫ്രാഗ്മെന്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആണ് ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ത്രോംബോസിസ്. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയുന്ന അസുഖമാണ് ത്രോംബോസൈറ്റോപീനിയ. ഇനി ത്രോംബോസിസ് മീൻസ് എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അസുഖമാണ് ത്രോംബോസിസ്. ഇനി എന്തൊക്കെയാണ് ബ്ലഡിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. സെക്കൻഡ് വൺ റെഗുലേഷൻ ആൻഡ് തേർഡ് വൺ പ്രൊട്ടക്ഷൻ. ട്രാൻസ്പോർട്ടേഷനിൽ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് ട്രാൻസ്പോർട്ട്, ഹോർമോൺസ് ട്രാൻസ്പോർട്ട്. റെഗുലേഷനിൽ ബോഡി ടെമ്പറേച്ചർ ആൻഡ് pH ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ്. പ്രൊട്ടക്ഷനിൽ ഇമ്മ്യൂണി ഡിഫൻസും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ടു പ്രിവെന്റ് ലോസ്. ബ്ലഡ് ലോസ് ആകാതെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊട്ടക്ഷനും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ബ്ലഡ് ഗ്രൂപ്പ്സ് നമ്മുടെ ഹ്യൂമൻസിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റമാണ്. അത് ഡിസ്കവർ ചെയ്തത് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് 1900. ഓക്കെ, നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ് ആൻഡ് O ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവർക്ക് ഒരു ആന്റിജൻ പ്രസന്റ് ആണ് അവരുടെ RBCയിൽ. ഏതാണ്? ആന്റിജൻ A. ഓക്കെ, ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവരുടെ ആന്റിജൻ എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, ഇനി AB ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവർക്ക് 2 ആന്റിജൻസ് ഉണ്ട്, ആന്റിജൻ A ആൻഡ് B. ഏതാണോ ബ്ലഡ് ഗ്രൂപ്പിന്റെ പേര് അത് തന്നെയായിരിക്കും അവരുടെ ആന്റിജൻ. ഇനി O ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ആന്റിജൻ. O ഗ്രൂപ്പുകാർക്ക് എന്തില്ല? ആന്റിജൻസ് ഇല്ല. ഓക്കെ, അപ്പം എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആന്റിജൻ A ആണെങ്കിൽ അവരിൽ കാണുന്ന ആന്റിബോഡി B ആയിരിക്കും. ഓക്കെ, ഇനി ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവരിലുള്ള ആന്റിജൻ B തന്നെയാണെങ്കിൽ ആന്റിബോഡി എന്തായിരിക്കും? A ആയിരിക്കും. ഇനി AB ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ആന്റിജൻസും ഉണ്ടല്ലേ, A ആന്റിജനും ഉണ്ട്, B ആന്റിജനും ഉണ്ട്. സോ അവർക്ക് എന്തില്ല? ആന്റിബോഡീസ് ഇല്ല. അവർക്ക് ആന്റിബോഡീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് എല്ലാ രക്തഗ്രൂപ്പുകളും ഇവർക്ക് സ്വീകരിക്കാം. സോ AB ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി 4ാമത്തെ ഗ്രൂപ്പായ O ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തില്ല? ആന്റിജൻസ് ഇല്ല. ദർ ഇസ് നോ ആന്റിജൻ. സോ അവർക്ക് 2 ആന്റിബോഡീസും പ്രസന്റ് ആണ്. ആന്റിബോഡി Aയും ഉണ്ട്, ആന്റിബോഡി Bയും ഉണ്ട്. ഓക്കെ, സോ ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? അവർക്ക് ആന്റിജൻസ് ഇല്ലാത്ത കൊണ്ട് മറ്റെല്ലാ ഗ്രൂപ്പുകാർക്കും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇവർ യൂണിവേഴ്സൽ ഡോണർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ RBCയുടെ പ്ലാസ്മ മെമ്പറേനിൽ കാണപ്പെടുന്ന മറ്റൊരു ആന്റിജൻ ഉണ്ട്. ആ ആന്റിജന്റെ പേരാണ് RH ആന്റിജൻ. ഓക്കെ, ഈ RH ആന്റിജൻ ഡിസ്കവർ ചെയ്തത് ലാൻഡ്സ്റ്റൈനർ ആൻഡ് വെയ്നർ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകളാണ്. ഇത് കണ്ടെത്തിയത് റീസസ് മങ്കീസിലായിരുന്നു. ഓക്കെ, അപ്പോൾ റീസസ് മങ്കീസിന്റെ RBCയുടെ പ്ലാസ്മ മെമ്പറേനിൽ കണ്ടെത്തിയ ഒരു ആന്റിജനാണ് ഈ RH ഫാക്ടർ എന്ന് പിന്നീട് ലേബൽ ചെയ്തത്. ഓക്കെ, പക്ഷെ എല്ലാവരുടെയും RBCയുടെ പ്ലാസ്മ മെമ്പറേനിൽ ഈ RH ആന്റിജൻ കാണണമെന്നില്ല. അത് ചിലരിൽ കാണും, ചിലരിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ അത് കാണപ്പെടുന്ന RH ഫാക്ടർ കാണപ്പെടുന്നവരെയാണ് നമ്മൾ RH പോസിറ്റീവ് എന്നും അത് ആബ്സെൻ്റ് ആയവരെ RH നെഗറ്റീവ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് RH പോസിറ്റീവ് ബ്ലഡ് എന്ന് പറയുന്നത്? പ്രസൻസ് ഓഫ് RH ആന്റിജൻ. RBCയുടെ പ്ലാസ്മ മെമ്പറേനിൽ RH ആന്റിജൻ പ്രസന്റ് ആണെങ്കിൽ അവരെ നമ്മൾ RH പോസിറ്റീവ് എന്നും RH ആബ്സെന്റ് ആണെങ്കിൽ RH നെഗറ്റീവ് എന്നും വിളിക്കുന്നു. ഈ RH ഫാക്ടറിനെ
ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എ ഗ്രൂപ്പ് ബ്ലഡ് ആണെങ്കിൽ അവരുടെ RBCയിൽ ഏത് ആൻറ്റിജൻ ഉണ്ട്? ആൻറ്റിജൻ എ ഉണ്ട്. ഓക്കെ, ഇനി അവർ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ആൻറ്റിജനോടൊപ്പം എക്സ്ട്രാ ഒരു RH ആൻറ്റിജനും അവർക്കുണ്ട്. സോ അവർ എ പോസിറ്റീവ് ബ്ലഡ് എന്നറിയപ്പെടുന്നു. ഇനി ഇവർക്ക് എ ആൻറ്റിജൻ മാത്രമേ ഉള്ളൂ, അതായത് RH ആൻറ്റിജൻ ആബ്സെൻ്റ് ആണെങ്കിൽ അവരെ എ നെഗറ്റീവ് എന്നും പറയുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ബ്ലഡ് ഡിസോർഡേഴ്സ് നോക്കാം. നമ്മളിവിടെ പറയുന്ന ഡിസോർഡേഴ്സ് അനീമിയ, അതുപോലെ ലുക്കീമിയ, ഹീമോഫീലിയ ആൻഡ് ത്രോംബോസിസ് ആണ്. എന്തൊക്കെയാണ് ഈ അസുഖങ്ങളെന്ന് നോക്കാം. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ RBC കൗണ്ട്, RBCയുടെ എണ്ണം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് അനീമിയ. അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ RBCയുടെ അളവെന്ന് പറയുന്നതിനേക്കാളും ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് അനീമിയ, വിളർച്ചയാണ്. ഓക്കെ, എന്താണ് ലുക്കീമിയ? WBCയുടെ ക്യാൻസർ ആണ് ലുക്കീമിയ. WBCയുടെ എമൗണ്ട് നോർമൽ വാല്യൂവിനേക്കാളും ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് ഹീമോഫീലിയ? ഇമ്പയർഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തൊരു കണ്ടീഷനാണ് ഹീമോഫീലിയ. ഇനി ത്രോംബോസിസ് മീനിങ് എന്താണ്? ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്സ് ആണ്. ഇനി ചില ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആവറേജ് ഹ്യൂമൻ ഹാസ് 5 liters ഓഫ് ബ്ലഡ്. ഒരു ആവറേജ് ഹ്യൂമൻ ബോഡിയിൽ 5 ലിറ്ററോളം ബ്ലഡ് കാണപ്പെടുന്നുണ്ട്. ഇനി എവിടെയാണ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോൺ മാരോ അഥവാ അസ്ഥിമജ്ജയിലാണ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഡെയിലി നമ്മുടെ ബോഡിയിൽ ബ്ലഡ് 12,000 മൈൽസ് ട്രാവൽ ചെയ്യുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ. തുടർന്നുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്